ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരനുഭവത്തെ ആസ്പദമാക്കി എഴുതിയൊരു കവിത. ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം ഒരു ദളിതായിട്ടുള്ള സ്ത്രീ, ഒരു ദളിത് പെൺകുട്ടിയുടെ മരണമാണ്. ഒരു ദളിത് പെൺകുട്ടി, അവൾ മാനസിക രോഗിയായി മരിക്കുന്ന അതിൻ്റെ അടക്കത്തോടുള്ള ബന്ധത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് അടക്കം. ഞാൻ ഈ കവിതയൊന്ന് വായിക്കാം. ഭ്രാന്തിയായ ഒരു ദളിത് പെൺകുട്ടിയുടെ ശവമടക്കിന് വിളിക്കാതെ പോകേണ്ടതായി വന്നു. ഭ്രാന്തിയായ ഒരു ദളിത് പെൺകുട്ടിയുടെ ശവമടക്കിന് വിളിക്കാതെ പോകേണ്ടതായി വന്നു. ഒരു ദളിത് സ്ത്രീ ഭ്രാന്തിയാകുന്നതാണോ അതോ ഒരു ഭ്രാന്തി ദളിത് സ്ത്രീ ആകുന്നതാണോ എളുപ്പമെന്ന ചോദ്യം ഉറഞ്ഞാടി. ഒരു ദളിത് സ്ത്രീ ഭ്രാന്തിയാകുന്നതാണോ ഒരു ഭ്രാന്തി ദളിത് സ്ത്രീ ആകുന്നതാണോ എളുപ്പമെന്ന ചോദ്യം ഉറഞ്ഞാടി. വയലിന്റെ നടുവിലൂടെ ഓടിയെത്തുന്ന ഊരാളിയുടെ കയ്യിലെ വാള് പോലെ ഒരു ചോദ്യചിഹ്നം എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു. വയലിന്റെ നടുവിലൂടെ ഓടിയെത്തുന്ന ഊരാളിയുടെ കയ്യിലെ വാള് പോലെ ഒരു ചോദ്യചിഹ്നം എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു. അതിന് കണ്ണും മൂക്കും ചെവിയും ശരീരവും തലച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു. 1:30-ക്ക് ശവമെടുക്കണമെന്ന് ചാത്തുണ്ണി മാഷ് പറയുന്നുണ്ടായിരുന്നു. 1:30-ക്ക് ശവമെടുക്കണമെന്ന് ചാത്തുണ്ണി മാഷ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും 3 മണിക്കൂർ ബാക്കിയുണ്ട്. 5-6 മന്ദബുദ്ധി കുഞ്ഞുങ്ങൾ ശവത്തിന് ചുറ്റുമിരുന്ന് കരയുന്നുണ്ടെന്ന് നമ്പൂതിരി സാർ അടക്കം പറഞ്ഞു. 5-6 മന്ദബുദ്ധി കുഞ്ഞുങ്ങൾ ശവത്തിന് ചുറ്റുമിരുന്ന് കരയുന്നുണ്ടെന്ന് നമ്പൂതിരി സാർ അടക്കം പറഞ്ഞു. അവളുടെ കൂടെ പഠിക്കുന്നവരാണ് പോലും. എല്ലാവരും പഠിപ്പിൽ മിടുക്കരാണ്. സ്വപ്നങ്ങളുടെ കുഞ്ഞു പൂമ്പാറ്റകളെ പറത്തിക്കളിക്കുന്ന മിടുക്കർ. സ്വപ്നങ്ങളുടെ കുഞ്ഞു പൂമ്പാറ്റകളെ പറത്തിക്കളിക്കുന്ന മിടുക്കർ. മധുച്ചേട്ടനും സുമതി അമ്മയും അമ്മണി ടീച്ചറും ഗോവിന്ദൻ മാഷും ഇമ വെട്ടാതെ ശവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. ജനാലയുടെ അഴികളിലൂടെ നോക്കുമ്പോൾ ആ കണ്ണുകൾക്ക് നല്ല തിളക്കമായിരുന്നു. ജനാലയുടെ അഴികളിലൂടെ നോക്കുമ്പോൾ ആ കണ്ണുകൾക്ക് നല്ല തിളക്കമായിരുന്നു. അവളെ കുളിപ്പിക്കണോ? അമ്മ ചോദിച്ചു. അവളെ കുളിപ്പിക്കണോ? അമ്മ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവൾക്കിഷ്ടമുള്ള ചുവന്ന തോർത്ത് ഉപയോഗിച്ച് അവളുടെ തല തോർത്തണം. അങ്ങനെയാണെങ്കിൽ അവൾക്കിഷ്ടമുള്ള ചുവന്ന തോർത്ത് ഉപയോഗിച്ച് അവളുടെ തല തോർത്തണം. എൻ്റെ തോർത്ത് അവൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അമ്മ കൂട്ടിച്ചേർത്തു. എൻ്റെ തോർത്ത് അവൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അമ്മ കൂട്ടിച്ചേർത്തു. ഇത്തരം ശവങ്ങൾ എന്തിനു കുളിപ്പിക്കണം? ശാഖാ സെക്രട്ടറി മുറുമുറുത്തു. ഇത്തരം ശവങ്ങൾ എന്തിന് കുളിപ്പിക്കണം? കമ്മിറ്റിക്കാരൻ കൂടെ കൂടി. ഒരു വട്ടത്തടി വെട്ടിയിട്ടുണ്ടെന്നും അത് തന്നെ അധികമാണെന്നുമുള്ള അഭിപ്രായത്തിൽ അവരെത്തി. ഒരു വട്ടത്തടി വെട്ടിയിട്ടുണ്ടെന്നും അത് തന്നെ അധികമാണെന്നുമുള്ള അഭിപ്രായത്തിൽ അവരെത്തി. ചോദ്യം ചെയ്യാനാവാതെ അമ്മയും പെണ്ണുങ്ങളും ഉൾമുറിയിൽ ഒതുങ്ങി. പതിയെ അവരുടെ കാഴ്ച മറഞ്ഞു, കേൾവി നിന്നു. കൈകൾ കോർത്ത് പിടിച്ചവർ പൊട്ടിക്കരഞ്ഞു. പതിയെ അവരുടെ കാഴ്ച മറഞ്ഞു, കേൾവി നിന്നു. കൈകൾ കോർത്ത് പിടിച്ചവർ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീർ തുള്ളികൾ മഴയായി പെയ്തിറങ്ങി. ആ കണ്ണുനീർ തുള്ളികൾ മഴയായി പെയ്തിറങ്ങി. ആ മഴയിൽ ശവം കുളിച്ചു. ചുവപ്പ് തോർത്തെടുത്ത് അമ്മ അവളുടെ തല തോർത്തി. ആ മഴയിൽ ശവം കുളിച്ചു. ചുവപ്പ് തോർത്തെടുത്ത് അമ്മ അവളുടെ തല തോർത്തി. അങ്ങനെ പതിയെ പതിയെ മകൾ അമ്മയിൽ നിന്നും അവളുടെ ചുംബനങ്ങളിൽ നിന്നും ഒരു ചുണക്കുട്ടിയെപ്പോലെ നടന്നകന്നു. അങ്ങനെ പതിയെ പതിയെ മകൾ അമ്മയിൽ നിന്നും അവളുടെ ചുംബനങ്ങളിൽ നിന്നും ഒരു ചുണക്കുട്ടിയെപ്പോലെ നടന്നകന്നു. അടക്കമെന്ന കവിത ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളിത് കേൾക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.